വെച്ചാൽ നിന്നെയും തല്ലും അഷറപ്പേ. രഞ്ജിത്തിനെ സംബന്ധിച്ച് നമ്മൾ സ്ത്രീ പീഡകൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ഡബിൾ വെർഷൻ പീഡകനാണ്. ഇത് സിനിമ ഫീൽഡിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പരസ്യമായ രഹസ്യമാണ്. രഞ്ജിത്തിന് പൊതുവെ ഒരു മാടമ്പിത്തരം ഉണ്ടെന്നൊക്കെ പറയുന്നു. ആ രഞ്ജിത്ത് അദ്ദേഹത്തെ മർദ്ദിച്ചു. ഇപ്പൊ ഇതൊരെണ്ണമല്ലേ പറഞ്ഞുള്ളൂ, ഇനി എന്തെല്ലാം കിടക്കെന്ന് പറയാൻ. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നടൻ അടിച്ച് നിലത്തിട്ടു, നേരെ കമർന്ന് വീണെന്നാണ്. എന്തുകൊണ്ട് ഇത്രയും നാളുകളായിട്ട് താങ്കൾ ഇത് പറഞ്ഞില്ല? താങ്കൾ ഒരു ചാനൽ തുടങ്ങാൻ വേണ്ടിയിരുന്നത് പറയാൻ. അന്ന് ആളുകളെല്ലാം പറഞ്ഞു ഇത് തിലകനെയാണ്. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഇവരൊക്കെ കുഴപ്പക്കാരുണ്ടെന്നുള്ള ജനം അറിഞ്ഞത്. പക്ഷെ ഇതെല്ലാം സത്യമായിരിക്കും എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയുന്നത്. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ആലപ്പി അഷ്റഫിനെ തേടി വരാനുള്ള ഒരു കാരണം നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് അറിയാം. ഞങ്ങൾ ദീർഘകാല ആത്മബന്ധമുള്ള സുഹൃത്താണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി നല്ല വരുമാനമൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് അറിയുന്നത്. പക്ഷേ ഇത്തവണ അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഒടുവിൽ ഉണ്ണികൃഷ്ണനെ രഞ്ജിത്ത് മർദ്ദിച്ചു എന്ന്. പക്ഷേ ഇത് തമാശ രീതിക്ക് ഇട്ടതാണോ, റേറ്റിങ്ങിന് വേണ്ടിയാണോ എന്നുള്ള ചോദ്യം പ്രേക്ഷകരുടെ മുന്നിൽ ഉയർന്നിട്ടുണ്ട്. ഇത് കൃത്യമായി അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ആലപ്പി അഷ്റഫിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. നമസ്കാരം. റേറ്റിംഗ് കൂട്ടാനുള്ള നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ? കണ്ടതും കേട്ടതും എന്ന് പറയുന്നത് എൻ്റെ ജീവിത അനുഭവങ്ങളാണ്. അപ്പോൾ അതിൽ റേറ്റിംഗ് കുറഞ്ഞതുണ്ടാവും, റേറ്റിംഗ് കൂടിയതുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ വഴികൾ, അല്ലെ കടന്നുപോയ കണ്ട സംഭവങ്ങൾ, അല്ലെ കേട്ട സംഭവം വരുമ്പോൾ വിശ്വസനീയം കൂടെ ആയിരിക്കണം. അതൊക്കെ ഞാൻ പറയും. ഇനിയും പലതും ഞെട്ടാനുണ്ട് ഉള്ള കാര്യങ്ങൾ ധാരാളമുണ്ട്. ഞാൻ പറയുന്നതെല്ലാം എല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങനെ പടപെടാന്ന് പറയലല്ല. ഓരോ സംഭവങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇപ്പോൾ ഞാനൊരു ആത്മകഥ എഴുതുകയാണെങ്കിൽ ഇത് എഴുതിയാൽ ആർക്കും പരാതിയില്ല. അത് റേറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പം എന്ന് പറയുന്ന പോലെ ഞാൻ എൻ്റെ ആത്മകഥ ബുക്കാക്കുന്നതിന് പകരം ഞാൻ ഇതിൽ കൂടെ പറയുന്നതേ ഉള്ളൂ എനിക്കുള്ള അനുഭവങ്ങൾ. അതിൽ റേറ്റിംഗ് കൂട്ടാനുള്ള തന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പലതും നിങ്ങൾക്ക് ചിലത് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അത് ശരിക്കും ഒരു ആത്മകഥയിൽ പറയുന്ന പോലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിലെ കാര്യങ്ങളിൽ കൂടെ ഞാൻ ഇടപെടും എന്ന തീരുമാനമെടുത്തിട്ടുണ്ട്. അതിലും പറയും. എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞു വെച്ചു ആലപ്പി അഷ്റഫ് പറയുമ്പോൾ ഒരു തമാശ രീതിയിലേക്കായി പോയോന്ന്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നടൻ നമ്മളെല്ലാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ എളിമ, ഞാൻ ഇതുമായിട്ട് താങ്കളുടെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പല പ്രൊഡ്യൂസർമാരുമായിട്ട് സംസാരിച്ചു. അവരൊക്കെ എന്നോട് പറയും ഇത്രയും എളിമയുള്ള ഒരു മനുഷ്യൻ ഇല്ല എന്ന് തന്നെ. അത്ര എളിമയാണ് അദ്ദേഹത്തിന് രഞ്ജിത്ത് പോലെ അല്ലേ? രഞ്ജിത്തിന് പൊതുവെ പറയുന്ന മാടമ്പിത്തരം ഉണ്ടെന്നൊക്കെ പറയുന്നു. പറഞ്ഞു കേട്ടാണ്, എനിക്ക് അനുഭവമില്ല, പറഞ്ഞു കേട്ടു മാടമ്പിത്തരമുണ്ട്. വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അങ്ങനെ ഒരു മാടമ്പിത്തരമാണ് രഞ്ജിത്ത് എന്നൊക്കെ പറഞ്ഞു കേട്ടു. എനിക്ക് അനുഭവമില്ല എന്ന് ഞാൻ പറയുന്നു. ആ രഞ്ജിത്ത് അദ്ദേഹത്തെ മർദ്ദിച്ചു, ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. സോഷ്യൽ മീഡിയയും സാറ്റലൈറ്റ് ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കും. അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും പറയാൻ, അതിൽ കൂടുതൽ പറയാനുണ്ടോ? എന്തിനാണ് അങ്ങനെ ഒരു സംഭവിച്ചത്? അതിൽ കൂടുതൽ പറയാനുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ ഇതിനെക്കുറിച്ച് പല പ്രൊഡ്യൂസർമാരുമായിട്ട് സംസാരിച്ചിരുന്നു, കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അവരെല്ലാം ഇത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ നടന്നിട്ടില്ലെന്നോ എന്തെങ്കിലും താങ്കളോട് പറയുകയുണ്ടായോ? ഇല്ല, ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ പ്രശ്നം തീർന്നു എന്നും പറയുന്നു. ഞാൻ അതിലോട്ടൊന്നും കടന്നില്ലല്ലോ. ഞാൻ പറയുന്നത് പ്രശ്നം തീർന്നോ അല്ലെങ്കിൽ അതോ ഒന്ന് മറ്റേ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളതല്ല. പിന്നീട് അവർ തുടർന്നില്ലയോ, അല്ലെ അടുത്ത പടത്തിൽ ഇട്ടല്ലോ, അതൊന്നുമല്ല. അടിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട സംഭവം ഒരു വൃദ്ധന് അല്ലെങ്കിൽ ഒരു കിഡ്നി ഡാമേജ് ആയിരിക്കുന്ന ഒരു മനുഷ്യന്, ആരോഗ്യ പ്രശ്നമുള്ള ഒരു മനുഷ്യന്, എഴുന്നേറ്റ് നിൽക്കാനാവതില്ലാത്തൊരു മനുഷ്യന് അടിച്ച് നിലത്തിട്ടു. നിങ്ങൾ പറയുന്ന ഞാൻ പറഞ്ഞു എന്ന് പറയുന്നു. ഇന്നസെന്റ് ഒരിക്കൽ പറഞ്ഞത് പല മീഡിയയിൽ, ഇത് സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. ഒരു വൃദ്ധനായ മനുഷ്യന്, ആരോഗ്യമില്ലാത്തൊരു മനുഷ്യന് ഒരു സംവിധായകൻ അടിച്ച് നിലത്തിട്ടു. കമഴ്ന്ന് വീണെന്നാണ് ഇന്നസെന്റ് പറഞ്ഞത്. നേരെ കമഴ്ന്ന് വീണെന്നാണ് ഇന്നസെന്റ് പറഞ്ഞിരിക്കുന്നത്. അടികൊണ്ടിട്ട് ഇങ്ങനെ സാധാരണ ഞാൻ സൈഡിലോട്ടോ ഇങ്ങോട്ടോ അല്ല വീണ്, നേരെ മുമ്പോട്ട് വീണ് പോയി. അത് ഇത് പോയതുകൊണ്ടാണ്, ഓർമ്മ പോയതുകൊണ്ടാണ് ടക്കെന്ന് നേരെ മുമ്പോട്ട് വീണെന്നാണ് ഇന്നസെന്റ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അന്ന് ആളുകളെല്ലാം പറഞ്ഞു ഇത് തിലകനെയാണ്. ആരും ഒരിക്കലും ഒരു ചിന്തയിൽ പോലും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വന്നിട്ടില്ല. അങ്ങനെ പോയി, പേര് പറഞ്ഞിട്ടില്ല. ഇത് പേര് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇത് ഒരു ചാനലിൽ പറഞ്ഞിരുന്നു. ക്രൈം നന്ദകുമാർ ഈ വിവരം വിളിച്ചു പറഞ്ഞിരുന്നു. അതും ആരും ശ്രദ്ധിച്ചില്ല.
ആരും ശ്രദ്ധിച്ചില്ല അത്. അപ്പൊ അങ്ങേര് പറയുന്നത് വെറുതെയാണെന്ന് വിചാരിച്ചു. ഇതേപോലെ രഞ്ജിത്ത് എന്ന ആള് ഇന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണനായിട്ട് അടി കൊടുത്തു. ഇത് സകലര് ഇപ്പൊ എന്നോട് എല്ലാരും പറയുന്നത് എങ്ങനെയാണ്, ഇത് നിങ്ങളൊക്കെ അല്ലേ ചോദിക്കുന്നത്, സംഭവിച്ചു ശരിയാണോ ശരിയാണോ എന്നല്ലേ. ബാക്കി സിനിമാക്കാരൊക്കെ എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നത് എങ്ങനെയാണ്, വിളിച്ചിട്ട് പറയും ഹലോ ഇത് ഞാൻ അന്ന് തന്നെ അറിഞ്ഞതാണ്, എൻ്റെ അടുത്ത് അത് മറ്റേ സായികുമാർ പറഞ്ഞു, മറ്റൊരു പറഞ്ഞു, ആ സെറ്റിലുള്ളവർ പലരും പറഞ്ഞതായിട്ടാണ് എല്ലാവരും പറയുന്നത്. ആരും ഇത് ശരിയാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഇത് ശരി തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അവരെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നും പറയുന്നത് സിനിമയിൽ. ഇത് ഞാൻ പറഞ്ഞ് അറിഞ്ഞില്ല, നിങ്ങൾ എന്താണ് ഇത്ര നാളും മറച്ചു വെച്ചത്. ഇത് സിനിമ ഫീൽഡിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പരസ്യമായ രഹസ്യമാണ്. പക്ഷേ മീഡിയയുടെ മുമ്പിൽ വന്നപ്പോൾ, ഞാൻ വന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വാസത്തിലെടുക്കുകയും ആളുകൾ അത് വിശ്വാസത്തിലെടുക്കുകയും അത് അതിനെ തുടർന്ന് വലിയൊരു വൈറലായി മാറുകയും ചെയ്തു. കാരണം ആളുകളുടെ രോഷം, അദ്ദേഹത്തിനോടുള്ള സ്നേഹമാണ് ആ രോഷത്തിന് കാരണം. അപ്പം അദ്ദേഹം ഒരു ചെറുപ്പക്കാരനെ ഒരു നല്ലൊരു ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരനെ തല്ലിയിരുന്നെങ്കിൽ വാർത്തയാവത്തില്ല, അതൊന്നും ആരെങ്കിലും കാര്യമാകത്തില്ല. അതൊന്നും. പക്ഷെ ഒടുവിൽ ഉണ്ണികൃഷ്ണനോടുള്ള സ്നേഹവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും പരിഗണിക്കുമ്പോൾ അത് വലിയൊരു മോശമായി പോയിരുന്നു. ഞാനൊരു കാര്യം പറയാം, ഞാൻ രഞ്ജിത്തുമായിട്ട് അതുവരെ സംസാരിക്കുന്ന ആളും വളരെ പരിചയം ഉണ്ടായിരുന്ന ആളുമാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ രാജീവ് എൻ്റെ ഇന്ത്യൻ സെക്കൻഡ് പാർട്ടിൻ്റെ കഥ എഴുതിയ രാജീവാ. ഞാൻ അത്ര അടുത്ത സുഹൃത്ത്. അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം കിഡ്നി ഡാമേജ് വന്നാൽ മരിച്ചത്. അപ്പം ഞാൻ വളരെ സൗഹൃദമാണ്. പക്ഷേ ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ തല്ലിയത് ശേഷം ഞാൻ ഒരിക്കലും ജീവിതത്തിൽ രഞ്ജിത്തുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഞാൻ മാറിക്കളയും. കാണുമ്പം അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തോട്ടെ, പക്ഷേ എനിക്ക് അത് മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്, വിങ്ങിപ്പൊട്ടി. പിന്നെ ഞാൻ എന്തുകൊണ്ട് കയറി അടിച്ചില്ല, എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇതിനകത്ത്. ഇവിടെ ഒരു യൂണിറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അവർക്ക് ഷൂട്ടിംഗ് തുടരണ്ടേ? അവരെ രമ്യതയിൽ പരിഹരിക്കാനല്ലേ എല്ലാവരും നോക്കുകയുള്ളൂ. കാരണം കോടികൾ മുടക്കി മോഹൻലാലിൻ്റെ പോലുള്ള ഒരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പം അതിലൊരു ഇഷ്യൂ ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ നിർമ്മാതാക്കൾ പരിഹരിച്ച് അവർക്ക് ഷൂട്ടിംഗ് തുടർന്നുകൊണ്ട് പോകണം. അതിലൊരാൾ പോയാൽ ഈ ഷൂട്ടിംഗ് എല്ലാം മുടങ്ങും. ഒടുവിൽ പോയാൽ ആ ഷൂട്ടിംഗ് തീരും. രഞ്ജിത്ത് പണിക്ക് പോയാൽ നടക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എപ്പോഴും പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ കയറി അടി കൊടുക്കാനോ പിടിക്കാനോ അല്ലെ കണ്ടു നിൽക്കുന്നവരൊന്നും അതിന് മുതിരത്തില്ല. തെറ്റായിപ്പോയെന്ന് പറയും, അത് തെറ്റായി, അത് ശരിയായില്ല, അതിന് പ്രതിഷേധമുണ്ട്, ഞങ്ങൾക്ക് ഉള്ളിൽ വിഷമമുണ്ടെന്ന് പറയും. പക്ഷേ ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉടൻ തന്നെ സ്ഥലം വിട്ടു. ഉടനെ തന്നെ എല്ലാവരും കൂടെ കയറ്റി അദ്ദേഹത്തിന് വണ്ടി കയറ്റി കരഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷെ പോയി കഴിഞ്ഞ് 2 ദിവസത്തേക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1-2 ദിവസത്തേക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക് വെച്ചില്ല. അദ്ദേഹം നോർമലായിട്ട് വരാൻ വേണ്ടി. പിന്നീടാണ് എല്ലാം പറഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ അതിനുശേഷം അദ്ദേഹം വലിയ ഒരു മ്ലാനത ഉണ്ടായിരുന്നു എന്നുള്ള സത്യം. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇപ്പോൾ രഞ്ജിത്തിനോടുള്ള ഇത് വെച്ചോ അല്ലെങ്കിൽ ഇത് വൈറലാക്കി എനിക്ക് കുറച്ച് യൂട്യൂബിൽ ആൾ വരുമെന്ന് വിചാരിച്ചൊന്നുമല്ല. എല്ലാ സംഭവങ്ങളും ഞാൻ പറയും, പലതും ഉണ്ടായിട്ടുണ്ട് ഇതുപോലത്തെ. ഇതുപോലുള്ള ഇപ്പം ഇതൊരെണ്ണമല്ലേ പറഞ്ഞുള്ളൂ, ഇനി എന്തെല്ലാം കിടക്കെന്ന് പറയാൻ ഇനിയുണ്ട്. അയ്യോ, അതാണ് പറഞ്ഞത്. ഇതെന്ന് പറയുന്നത് ഇപ്പോഴല്ലേ എല്ലാം തുറന്ന് ആളുകൾ അറിഞ്ഞു വരുന്നത്. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഇവരൊക്കെ കുഴപ്പക്കാരുണ്ടെന്നുള്ള ജനം അറിഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാനും തുറന്നു പറയുമ്പോൾ ഇതെല്ലാം അറിയും, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അത്ഭുതത്തോടെയാണ് ആളുകൾ നിൽക്കുന്നത്. ഇങ്ങനെ നടക്കുമോ, ഇതെന്താണ്, ശരിയാണോ, ഇങ്ങനെ ചുമ്മാ പറയുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ മർദ്ദിക്കാനുള്ള കാരണം എന്താണ്? കാരണം എന്ന് ഞാൻ അതിനകത്ത് പറഞ്ഞത്, നിങ്ങൾ തമാശ എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ആ തമാശ എന്ന് പറയുന്നത് ഞാൻ വിശദീകരിക്കാതെ പോയത്, അതൊരു കാര്യം അതിനകത്ത് വിഷയമില്ല എന്ന് വിചാരിച്ചാണ്. ഞാൻ ഇത്രയും ജനങ്ങൾ ഏറ്റെടുക്കുമെന്നും ഞാൻ ഓർത്തില്ല ഇത് പറയുമ്പോൾ ഇത്രത്തോളം വരുമെന്നുള്ള. ഞാൻ സാധാരണ പറയുന്ന പോലെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇതിനകത്ത് തമാശ എന്ന് പറയുന്നത് അവാർഡ് സിനിമകളെ കുറിച്ചുള്ള ചർച്ചയാണ് ഇവർ തമ്മിൽ നടന്നത്. രഞ്ജിത്തും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തമ്മിൽ നടന്നത്. അപ്പോൾ അപ്പോൾ ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഒരു ഭയങ്കര ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളോട് വലിയ സ്നേഹവും വലിയ ഇതൊക്കെയാണ്. ഈ ചർച്ച ചെയ്യുമ്പോൾ ഞാനില്ല, ഇത് പിന്നീട് അവിടെ നിന്ന് അതാണ് കണ്ടതും കേട്ടതുമാണ് പറയുന്നത്. അവിടെ നിന്ന് അറിഞ്ഞ വിവരമാണ്. അപ്പോൾ എന്താണ് കാര്യമെന്ന് അറിയുമ്പോൾ പറയാം അത് അവാർഡിനെ പറ്റി പുള്ളി. അപ്പോൾ ഇയാൾ ഉറച്ചു നിൽക്കുകയാണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണന് വേണ്ടി വാദിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹവും ഒരു അവാർഡ് പ്രതീക്ഷിക്കുന്ന ആളും അന്നത്തെ ഒരു വലിയ സോഷ്യൽ സിനിമയുടെ പറ്റാതെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അത് ഏതാണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അംഗീകരിച്ചു കൊടുക്കാതെ ഇദ്ദേഹത്തെ പുകഴ്ത്തിയതാണ് ഈ അടി കിട്ടാനുള്ള കാരണമെന്നാണ്. അടൂർ ഗോപാലകൃഷ്ണന് വേണ്ടി വാദിച്ച് അടിമേടിച്ചെന്നാണ് ഞാൻ അന്നറിഞ്ഞത് സംഭവം. അതൊക്കെ പിന്നെ വലിയ പ്രസക്തി ഇല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ മിണ്ടാതിരുന്നത്. അതിനൊന്നും കാര്യം എന്തോ ഒരു തമാശയെന്നോ അത് ഒരു തമാശ രൂപേണയാണ് ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത്. അവാർഡ് കാര്യത്തിന് വേണ്ടി മാത്രമാണെന്നുള്ളത് 100% ഉറപ്പാത് ഈ വഴക്കുണ്ടായത്. അല്ലാതെ തന്തയ്ക്ക് വിളിയോ കളിയാക്കുകയോ അതൊന്നുമല്ല. ഇത് ബേസ് സംഭവം എന്ന് വെച്ചാൽ അവാർഡിന് വേണ്ടിയുള്ള പ്രശ്നം. അതാണ് തർക്കത്തിന്റെ കാരണം.
ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണനാണ് അവാർഡ് കിട്ടേണ്ടത്, അദ്ദേഹമാണ് അതിന് ആയിരിക്കണം, യോഗ്യത. ആയിരിക്കണം. ആ രീതിയായിരിക്കും സംസാരിച്ചത്. സ്വാഭാവികമായിട്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ കടുത്ത ആരാധകനാണ് അടൂരിന്റെ. അത് അദ്ദേഹം വേറെ എന്തിനി അടി കൊള്ളുകയല്ല, കൊന്നാലും അയാൾ അല്ലാതെ സമ്മതിച്ചു കൊടുക്കത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അടിച്ചിടാൻ പറ്റും, അങ്ങനെ ചിലപ്പോൾ കൊന്നുകളയാൻ പറ്റും. പക്ഷെ അങ്ങനെ അത് ഇത് അഭിപ്രായത്തിൽ നിന്ന് മാറത്തില്ല. അത് അദ്ദേഹം പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അടിച്ച് വീഴ്ത്താൻ പറ്റും, അങ്ങനെ അത് എളുപ്പമാണ്, വലിയ കഴിവല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് താങ്കൾ അവിടെ ഉണ്ടായിരുന്നു. അടി കൊടുക്കുമ്പോൾ താങ്കൾ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ അടി കൊടുക്കുമ്പോൾ ആരൊക്കെ ഉണ്ട്? അടി കൊടുക്കുമ്പോൾ ഒരു കുറച്ച് 4-5 ഇത് എല്ലാവരും അടിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവരോട് ചർച്ച നടക്കുന്നു, വേറെ സ്ഥലത്ത് മാറി നിൽക്കുന്നു, പലരും പല സ്ഥലത്തായിട്ട് നിൽക്കുകയാണ്. അടി കഴിയുമ്പോഴല്ലേ എല്ലാവരും നോക്കുന്നു, അങ്ങോട്ടേക്ക് ശ്രദ്ധ വരുത്തുള്ളൂ. താഴത്ത് കിടക്കുന്നു, പിന്നെ പോയി പൊക്കിയെടുത്ത് പിന്നെ എന്താണ് സംഭവം, എന്താണെന്ന് ഇതൊന്നും ആർക്കും ആദ്യം എല്ലാവർക്കും ഒരു ഷോക്കല്ലേ ഉണ്ടാവുന്നത്. ആ ഷോക്കിന്റെ പിന്നെയല്ലേ വിവരങ്ങൾ അന്വേഷിക്കുന്നത്, കാര്യങ്ങൾ അന്വേഷിക്കുക, അപ്പോഴത്തേക്ക് എങ്ങനെയും തീർക്കുക എന്നുള്ളതാണ് മറ്റു ഗ്രൂപ്പിന്റെ ലക്ഷ്യങ്ങൾ. എല്ലാവർക്കും ആ പ്രൊഡ്യൂസർ സൈഡിലൊക്കെ പ്രശ്നങ്ങൾ തീർക്കുക, അത് എത്രയും പേർ. അപ്പൊ ഇങ്ങനെ തിരക്കിയപ്പോൾ ഇങ്ങനെ വലിയ രാഷ്ട്രീയക്കാരനാണെന്നും ഒരുപാട് പേരെ ഇങ്ങനെയൊക്കെ അടിക്കാറുണ്ടെന്നൊക്കെ ഞാൻ വേറെയും കേട്ടിട്ടുണ്ട്. ഒരു ഡയറക്ടർ ഉൾപ്പെടെ ഉള്ളവർക്ക് അസ്വസ്ഥമായി കാണുമല്ലോ എല്ലാവരും. അവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സംഭവിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും? ആരും ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് അടിച്ചെന്നുള്ളത് കണ്ട ആളുകൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞോ? അതെന്തുകൊണ്ട് പറയുന്നില്ല നിങ്ങൾ? അല്ല, നമ്മളൊരു പേഴ്സണൽ ടോക്കിൽ പറയുന്നതാണല്ലോ ഇതൊക്കെ. അല്ലല്ല, സംഭവം നടന്നിട്ട് അതല്ല, നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ അടിച്ചെന്നുള്ളത്. പക്ഷെ അവിടെ പ്രശ്നം രമ്യമായിട്ട് തീർത്തു എന്ന് പറയുന്നു. അത് തീർക്കണമല്ലോ, പ്രശ്നം തീർക്കണമല്ലോ. അങ്ങയുടെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ പടത്തിലും കൊടുത്തില്ല, അത് വേറെ വിഷയം. പക്ഷെ അത് കഴിഞ്ഞ് തീർത്തു, അതെന്നാലും തീരുമല്ലോ. അതിനൊന്നും പ്രസക്തി ഇല്ല നമുക്ക്. ഇപ്പൊ തീരുകയോ തീരാതിരിക്കുകയോ അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചുറങ്ങുക, അതൊക്കെ വേറെ വിഷയം. പക്ഷെ ഇങ്ങനെ ചെയ്തു ഈ മനുഷ്യൻ, അതേ ഉള്ളൂ. അല്ല, അവിടെ ഒരു ചോദ്യം ആലപ്പി കൃഷ്ണന്റെ അടുത്തേക്ക് ഉയർന്നു വരുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്രയും നാളുകളായിട്ട് താങ്കൾ ഇത് പറഞ്ഞില്ല? താങ്കൾ ഒരു ചാനൽ തുടങ്ങാൻ വേണ്ടിയിരുന്നത് പറയാം. അതിനല്ലേ ആദ്യമേ മറുപടി പറഞ്ഞത്. എത്രയോ പേര് പറഞ്ഞു, പക്ഷെ താങ്കൾ പറയുമ്പോഴാണ് താങ്കൾ ആ സിനിമാ ലൊക്കേഷൻ ഉണ്ടായിരുന്ന ആളാ. ഇപ്പൊ ക്രൈം നന്ദകുമാർ സിനിമാ ലൊക്കേഷൻ ഉള്ള ആളല്ല, ആരോ പറഞ്ഞത് കേട്ടിട്ട് പറയുന്നു. താങ്കൾ ആ ലൊക്കേഷൻ ഉണ്ടായിരുന്ന ഒരാള്, താങ്കൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ആള്, താങ്കൾ എന്തിനാന്നുള്ളത് പിന്നീട് ചർച്ച ചെയ്ത് എന്തിനു വേണ്ടിയാണ് തല്ലിയത് മനസ്സിലാക്കുന്ന ആള്, അന്നൊന്നും പറയാത്ത ആലപ്പി അഷ്റഫ് ഇത്രയും നാൾ കാത്തുവെച്ച മനസ്സിൽ സൂക്ഷിച്ച ഒരു സാധനം, താങ്കളുടെ പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈ സാധനം എടുത്ത് ബോംബ് പറയാം. അതിന് മറുപടി പറയാം. അതായത് ഈ സാധനം എപ്പോഴും ഞാൻ ഇയാളെപ്പറ്റി പറയുമ്പോൾ ഡിസ്കസ് ചെയ്യാറുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ നിർമ്മാതാക്കളുടെ ആയിട്ടും ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളവരായിട്ടും ഈ രഞ്ജിത്തിൻ്റെ എന്ത് മാറ്റർ വന്നാലും ഞാൻ ആദ്യം ഉപയോഗിക്കുന്ന സംഭവമാണ് ഇത് അയാളെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഇതുകൊണ്ടാണെന്ന്. പിന്നെ ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ ഞാൻ എൻ്റെ ജീവചരിത്രം പറയുമ്പോൾ ഞാൻ എൻ്റെ 25ാമത്തെ വയസ്സിൽ നടന്ന കാര്യം ചിലപ്പോൾ ഞാൻ എഴുതും. അത് നിങ്ങൾ ഇപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ 25ാമത്തെ വയസ്സിൽ നിങ്ങളുടെ ജീവചരിത്രത്തിൽ പറയണ്ടല്ലേ എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളത്. ഞാൻ എൻ്റെ ജീവിത അനുഭവങ്ങൾ പറയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? എല്ലായിടത്തും പറയുന്നുണ്ട്. യൂട്യൂബിൽ വന്ന് പറഞ്ഞില്ല, ഞാൻ ബുക്കിൽ എഴുതിയാലും നിങ്ങൾ പറയില്ലത്. നിങ്ങൾ എന്താണ് ഇപ്പോൾ 25 വയസ്സിൽ ഇങ്ങനെ സംഭവിച്ചു? ഞാനൊരു ചാനലിൽ തുടങ്ങിയപ്പോൾ ഞാൻ സ്വാഭാവികം എന്റെ ഒരു കടമയാണ് പറയാൻ പറ്റും. എന്റെ പറയേണ്ടത് എന്റെ ഒരു ഇതാണ്, കടമയാണ്. ഞാൻ പൊതുസമൂഹത്തോട് കള്ളം മറച്ചു വെക്കാൻ പാടില്ല. ഇങ്ങനെ നടന്നിട്ടുണ്ട്, അത് എന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് കാണുകയാണ്. ഞാനത് പറയും. അതുപോലെ എന്തെല്ലാം പറയാൻ കിടക്കുന്നു, ഇനി പലതും പറയും ഞാൻ. അത് പലതും പറയേണ്ട സന്ദർഭങ്ങളുണ്ട് ഇത് പറയുന്നതിന്. ഇപ്പോൾ ഈ പറയാനുള്ള സന്ദർഭം എന്താ? നിങ്ങൾ പറഞ്ഞല്ലോ തുടങ്ങിയത് കൊണ്ടാണ് യൂട്യൂബ്. അല്ല, സന്ദർഭം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ എനിക്ക് കുറെ ഉണ്ട് പറയാന്ന് പറഞ്ഞു. അപ്പൊ സന്ദർഭങ്ങൾ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഞാനതെടുത്ത് പറയുന്ന പറയുന്നത്. ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു വരുന്നില്ല. രഞ്ജിത്തിനുണ്ടായ വിഷയം വന്നപ്പോഴാണ് എടുത്ത് പറയുന്നത്. രഞ്ജിത്ത് ഇങ്ങനെയൊക്കെ വരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് രഞ്ജിത്തിന് ഇങ്ങനെ ഒരു അസുഖവും കാര്യങ്ങളും ഒരുപാട് വിഷയങ്ങളുണ്ടായി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഞാൻ അവിടെ പറഞ്ഞത്. അതായത് ഇതെല്ലാം അനുഭവിക്കാൻ അത് മനസ്സിലാക്കണം, ജനങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ എന്തെങ്കിലും ദുഷ്പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും, നമ്മൾ സൽപ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടും എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, അദ്ദേഹം ചെയ്തതിൻ്റെ ഒരു ഫലമാണ് അദ്ദേഹം അനുഭവിക്കുന്നത്. അതിൽ മറ്റുള്ള കാര്യങ്ങളോ ആളുകൾ കൂക്കി വിളിച്ചപ്പം നായയോട് ഉപമിച്ചതോ അല്ലെങ്കിൽ അവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കിയൊന്നുമില്ല. അതിനേക്കാളൊക്കെ ഹൃദയത്തിൽ തുളഞ്ഞു കയറുന്ന ഒരു പ്രശ്നമാണ് ഈ സംഭവം, ഇയാളെ തല്ലുക എന്ന് പറയുന്നത്. അത് അയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തെ പോലൊരു കലാകാരൻ, ഞാൻ അതിനാണ് എൻ്റെ ഇതിൽ പറഞ്ഞ അത്രയും കഴിവുള്ള ഒരു കലാകാരൻ, നല്ലപോലെ പൊങ്ങി വന്ന സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വന്നൊരു കലാകാരൻ, എല്ലാവരും അംഗീകരിക്കപ്പെട്ട ആദരിക്കപ്പെട്ട ഒരാൾ. ഇത് ഉയർച്ചയിൽ വന്നപ്പോൾ സ്വഭാവത്തിൻ്റെ പരിണാമത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിത് സൂചിപ്പിച്ചത്. അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അദ്ദേഹത്തെ പോലെ ഒരാൾ, ഇവിടെ കേരളം മുഴുവൻ അദ്ദേഹത്തെ കൈവെള്ളയെ കൊണ്ട് നടക്കേണ്ട ഒരാളാണ് ഇങ്ങനെ ആകുന്നത്, ഈ അവസ്ഥയിലാകുന്നത്. അപ്പോൾ അത് ഇനി ഉള്ളവരെങ്കിലും തിരിച്ചറിഞ്ഞ് പെരുമാറണം എന്നുള്ള
ഒരു ഉദ്ദേശം കൂടി ഒരു എന്താണ് നല്ലൊരു ഉദ്ദേശത്തിൽ കൂടെയാണ് ഞാനത് പറഞ്ഞത്. നല്ല ഉദ്ദേശത്തോടെയാണ് പറഞ്ഞത്, താങ്കൾ പറഞ്ഞത്, അത് സമ്മതിക്കുന്നു. പക്ഷെ അവിടെ ഒരു ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചത് തന്നെ തുടങ്ങുന്നു. ഇത്ര ഒരു സംഭവം ഉണ്ടായി, അന്ന് അവിടെ രമ്യതയോടെ പരിഹരിച്ച് കാര്യങ്ങളൊക്കെ പോയി. പിന്നീട് എപ്പോഴെങ്കിലും താങ്കൾ ഒടുവിൽ ഉണ്ണികൃഷ്ണനോട് സംസാരിച്ചിട്ടുണ്ടോ? ഒടുവിൽ ഉണ്ണികൃഷ്ണനുമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. നമുക്കത് ചോദിക്കാൻ അത് പറഞ്ഞ അദ്ദേഹത്തിനും അത് ഇഷ്ടമുണ്ടാവില്ല, സ്വാഭാവികമാണ്. അത് ആരും നിങ്ങളെ തല്ലിയല്ലോ എന്നൊക്കെ ചോദിക്കാൻ പറ്റുമോ, അതെന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കുന്ന വേറെ കാര്യങ്ങൾ സംസാരിച്ചു പോകും. എവിടെയുണ്ട്, സുഖമാണ്, മറ്റേ കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിലൊരു നീറ്റലുണ്ട്, അയാളെ ഉണ്ടാവും എന്നുള്ള ഒരു ഇതില്. അദ്ദേഹം വളരെ സാധുവായ ഒരു മനുഷ്യനാണ്. നിങ്ങൾ ആ സമയത്ത് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അല്ല, പല സ്ഥലത്ത് ഇരിക്കുകയാണ്, ക്യാരവാൻ അങ്ങനെ ഒന്നും സംഭവമൊന്നുമില്ല, എല്ലാവരും അവിടെ ഗസ്റ്റ് ഹൗസ് എന്തോ, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്തോ ഗസ്റ്റ് ഹൗസ് അവിടെ ഇതിന്റെ അകത്ത് ഒരെണ്ണം ഉണ്ട് വലുത്. അതിനകത്താണ് ഞങ്ങളെല്ലാം താമസിക്കുന്നത് മൊത്തം, ഞാനും അതിനകത്ത് തന്നെ. അപ്പോൾ വൈകുന്നേരം എവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും കൂടും, ബഹളം അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടിരിക്കും. അതിന്റെ ഷൂട്ടിംഗ് സ്ഥലമല്ലേ, അവിടെ പല പല കാര്യങ്ങൾ നടക്കും. അല്ലാണ്ട് നിങ്ങൾ പറയുന്ന പോലെ 125 പേര് ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഈ സ്കൂളിൽ അസംബ്ലി കൂടുന്ന പോലെ നിർത്തിയിട്ട് അടിക്കുക, അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതങ്ങ് സംഭവിക്കുകയാണ്. എന്തോ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇഷ്ടപ്പെട്ടില്ല, അപ്പം അടിച്ചു. അതാണ് അത്. നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കുമ്പോഴും നിങ്ങൾ സത്യാവസ്ഥയൊക്കെ ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ആളാണെന്നുള്ള എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നിങ്ങൾ ഇതിന്റെ ആൾക്കാരായിട്ടൊക്കെ ആയിട്ട് സംസാരിച്ച ശേഷമാണ് ഇവിടെ വരുന്നത്, മനസ്സിലായി, എൻ്റെ അടുത്ത് വരുന്നത്. ആയിക്കോട്ടെ, അതെല്ലാം അങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ ഞാൻ ഒരിക്കലും കള്ളം പറയാനോ ഒരു ഇത് ഉണ്ടാക്കി അയാളെ മോശക്കാരനാക്കാനോ ഒന്നും അല്ല. ഇത് നടന്ന കാര്യങ്ങൾ അതേപടി പറഞ്ഞു, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അപ്പൊ പത്മകുമാർ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, പത്മകുമാറിനെതിരെയും താങ്കൾ വീഡിയോ ചെയ്തു. പത്മകുമാർ എന്ന് അസോസിയേറ്റ് ആയിട്ട് അല്ലെ, രഞ്ജിത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണെന്ന് തോന്നുന്നു അല്ലെ, അല്ല ഷാജി കൈലാസ്. രഞ്ജിത്തിന്റെ അവരാണ് ആദ്യമായിട്ട് പണം കൊടുക്കുന്നത്, അയാൾക്ക് രഞ്ജിത്താണ് പണം കൊടുക്കുന്നതൊക്കെ. അദ്ദേഹം ഈ സാംസ്കാരികത്തെ പറ്റിയും ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ നമ്മൾ തുണ്ട് ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുമുണ്ട്. അങ്ങേർക്ക് അതിനുള്ള റൈറ്റ്സ് ഒന്നും പറയത്തക്ക ഒരാളല്ല അതിന്. ഇപ്പൊ വേറെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം, നമ്മൾ പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒരാള് സാംസ്കാരിക കേരളത്തെ പറ്റിയും മറ്റു സംസ്കാരത്തെ പറ്റിയൊക്കെ പറയുന്ന ഒരാൾ, അയാൾ അങ്ങനത്തെ ഒരു അർഹതയുള്ള ഒരാളല്ല എന്നെനിക്കറിയാം. അതുമല്ല ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് രഞ്ജിത്തിനെ, ഞാൻ അതാണ് പറഞ്ഞത്. രഞ്ജിത്തിനെ സംബന്ധിച്ച് നമ്മൾ സ്ത്രീ പീഡനകൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇത് ഡബിൾ വെർഷൻ പീഡകനാണ് പുള്ളി. അപ്പോൾ അത് ഞാനിത് പറയുന്നില്ല, കേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പറയണം അതിനെപ്പറ്റി. അപ്പോൾ അങ്ങനെ ഒരാളുടെ പൃഷ്ഠം താങ്ങുന്ന ഒരാളെ പോലെ കണ്ടപ്പോൾ എനിക്കത് വലിയ ഇതായിട്ട് തോന്നിയുകൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. അതൊരിക്കലും അങ്ങനെ പാടില്ല, അങ്ങനെ പോലുള്ള ആളുകൾ പറയാം. അവർക്ക് പറയാം, അല്ലെങ്കിൽ പരിഹരിച്ചു. അത് ഇപ്പോൾ പറയേണ്ട കാര്യം എന്നതൊക്കെ നിങ്ങൾ ചോദിച്ച പോലെ ചോദിക്കാം. അല്ലാണ്ട് ഞാൻ തറവേല കാണിച്ചു അതിന് വേണ്ടിയാണെന്ന് എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഹർട്ടാവുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇനിയും പറയും പല കാര്യം. അത് തറവേല, ഇനിയും ഒത്തിരി ബോംബുകളുണ്ട്, ധാരാളമുണ്ട്. മുഴുവൻ ചർച്ചയാവുന്ന കഥകൾ ഒരുപാട്, സിനിമയിലെ വമ്പന്മാരുടെ കഥകൾ ഒരുപാടുണ്ട്. ഞാൻ പതുക്കെ അതെല്ലാം പലി കൊണ്ടുവന്നിരിക്കും. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇതെല്ലാം പൊതുസമൂഹം അറിഞ്ഞിരിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മളൊരു കാര്യം, ഇപ്പം അന്ന് പണ്ട് നടന്ന സംഭവം, ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പണ്ട് നടന്ന സംഭവം വീണ്ടും ഏതോ ഒക്കെ സ്ത്രീകൾ വന്നിട്ട് എന്തോ ഒക്കെ പറഞ്ഞു പോകുന്നു. അവിടെയും അവർക്ക് മറ്റു പുരുഷന്മാർക്ക് ജീവിതമുണ്ട് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് 10-12 പേര് പറയുന്നു, എന്നിട്ട് ആ സ്ത്രീ തന്നെ പറയുന്നു ഞാൻ കേസ് പിൻവലിക്കുക എന്നുള്ളൂ. പിന്നീട് ആ സ്ത്രീ പറയുന്നു ഞാൻ വീണ്ടും കേസുമായിട്ട് മുന്നോട്ട്. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്, ഇല്ലേ? അങ്ങനെ സംഭവിക്കാൻ തീർച്ചയായിട്ടും ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കും തോന്നാറുണ്ട്, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ. അതൊക്കെ ഇതിനകത്ത് ഏത് സംഭവത്തെ പറ്റി വന്നാലും കുറച്ചൊക്കെ സത്യങ്ങളും വരും, കുറച്ച് അസത്യങ്ങളെല്ലാം കയറും. അതൊരു രീതിയാണ്, അങ്ങനെ പോകും. പക്ഷെ പോയി മൊഴി കൊടുത്തിട്ടുള്ളവരെന്നും ഒന്നുമില്ലാതെയൊന്നും പോയി ആരും മൊഴി കൊടുക്കത്തില്ല. അവർക്കൊന്നും അറിയത്തില്ല ഇതിങ്ങനെ ആവും, പിന്നീട് ഇത് വരും, വലിയ പ്രശ്നമാവും, ഇവരെയൊക്കെ പിടിക്കും എന്നറിയാം. അവർ പോയി മൊഴി കൊടുക്കുന്നവർ തീർച്ചയായിട്ടും അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവർക്ക് ദർശനമൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഇത് വെളിയിൽ വരുമ്പോൾ ഇവന്മാർ കിടന്ന് ഓടും, അങ്ങനെയാവും. അവരൊന്നും അറിയിക്കരുത് എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് മൊഴി, പലരും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഭീമത്സമായിരുന്നു കാര്യങ്ങൾ എന്നുള്ള സത്യമാണ്. അല്ല, അവിടെ ഞാൻ ചോദിച്ചു വന്നത്, അങ്ങനെ വരുമ്പോൾ ഇനിയും താങ്കൾ കുറേ ബോംബുകൾ പൊട്ടിക്കും. അന്നുണ്ടായ സംഭവങ്ങളൊക്കെ താങ്കളുടെ മനസ്സിലുണ്ട്. അതൊക്കെ അന്നുണ്ടായിപ്പോയ ഒരു സംഭവങ്ങൾ, അന്നൊന്നും പുറത്തു വരാത്ത സാധനങ്ങൾ ഇപ്പോൾ പറയുമ്പോൾ ഒന്നുമല്ലാത്ത കാലത്ത് വളർന്നു വന്നവരായിരിക്കും ഇവരൊക്കെ. അവർക്കെതിരെ താങ്കൾ വീണ്ടും വിരൽ ചൂണ്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, അവർക്കുണ്ടാകുന്ന ദുരനുഭവം ഒക്കെ വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കേണ്ട കാര്യം. അങ്ങനത്തെ ഒരു വ്യക്തിപരമായ അറ്റാക്ക് ഒന്നും ഞാൻ ചെയ്തു. അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അങ്ങനത്തെ ഒരിക്കലും വരുന്നില്ല. വ്യക്തിപരമെന്ന് വെച്ചാൽ അതായത് ഒരാളുടെ മറ്റും എന്തെങ്കിലും അയാളുടെ വ്യക്തിപരമായ കാര്യം അതിലോട്ടൊന്നുമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് അതായത് ഇപ്പം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തല്ലിയത് തെറ്റായിപ്പോയി, ഒരു പൊതുസമൂഹം അറിയേണ്ട കാര്യമാണ്. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ.
അല്ലാണ്ട് അയാൾ ഇങ്ങനെ പോയപ്പോൾ ആ പെണ്ണുമായിട്ട് അങ്ങനെ പോയി അവിടെ കിടങ്ങി കിടന്നു, അവൻ ഇങ്ങനെ പോയി റൂമിൽ, അത് ആ മാതിരി പരിപാടിയൊന്നും ഞാൻ പറയത്തില്ല, അത് ഒരിക്കലും പറയില്ല. അതാണ് ഞാൻ പറയുന്നത്, അവരുടെ സ്വകാര്യ ജീവിതത്തിലോട്ടല്ല കിടക്കുന്നത്. പൊതുവായ കാര്യങ്ങളുണ്ട് ഇവർ ചെയ്യുന്നത്, പൊതുസമൂഹത്തിന് മാതൃകയായിട്ട് നിൽക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതല്ല അവിടെയൊക്കെ അവർക്ക് പറ്റിയ വീഴ്ചകൾ ഞാൻ ചൂണ്ടിക്കാണിക്കും. അത് അപ്പൊ പറയും ഇയാൾ ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ, അത് തെറ്റായി പോയെന്ന് പൊതുസമൂഹം പറയും. അതേ ഉള്ളൂ. അല്ലാണ്ട് അവര് ഏതെങ്കിലും നടിമാരുമായിട്ട് പോയതോ അത് അവരുടെ പ്രകാരം രണ്ടുപേരുടെ ഇഷ്ടത്തിന് അതെല്ലാം വിളിച്ചു പറയുക, വിളിച്ചു പോവുക, അവരെ ആക്ഷേപിക്കുക, അങ്ങനത്തെ പരിപാടി. ആ കുടുംബ ബന്ധങ്ങളോ അങ്ങനത്തെ തകരുന്ന കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയാൻ പോണത്. അതൊന്നും നിങ്ങൾ കേൾക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഇപ്പൊ ഞാൻ രഞ്ജിത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ തല്ലി എന്ന് പറഞ്ഞാൽ രഞ്ജിത്തിന്റെ ഭാര്യ വീഴ്ച പോകുന്നു, ശരി, അയ്യോ ഇയാൾ ഇത്ര മോശമാണ്, അങ്ങനെയല്ല, അത് തെറ്റ്. അതുപോലത്തെ കാര്യങ്ങളെ പറയത്തുള്ളൂ, അല്ലാതെ കുടുംബം തകർക്കുന്ന കാര്യമൊന്നും ഞാൻ പറയത്തില്ല, ഒരിക്കലും പറയില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് ആരും ടെൻഷൻ ആക്കണ്ട. ഒരുപാട് കാര്യങ്ങളുണ്ട് പലരുടെയും, ആയിരക്കണക്കിനുണ്ട്, ആയിരക്കണക്കിന്. അയ്യോ അറിയാം, നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം പലർക്കും അറിയാം. അതല്ലല്ലേ ഞാൻ പറഞ്ഞത്, അതൊന്നും നമ്മൾ വിളിച്ചു പറയേണ്ട കാര്യങ്ങൾ, അതൊക്കെ അവരുടെ സ്വകാര്യത. അതാണ് ഞാൻ പറയാം. അങ്ങനെ കുടുംബ ബന്ധങ്ങൾക്കൊന്നും വിഷയം വരുന്ന കാര്യമൊന്നും ഞാൻ പറയില്ല. അല്ലാതെ ഉള്ള സംഭവങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ഇനിയും ഉണ്ടെന്നാ നൂറുകണക്കിന് കിടപ്പുണ്ട്, തുടങ്ങിയിരിക്കുവാണ്. താങ്കൾക്ക് സിനിമയൊക്കെ ഇപ്പം സിനിമകൾ കുറവ്, ആ സിനിമകളൊക്കെ കുറഞ്ഞപ്പോൾ ഒരു അസ്വസ്ഥതയാണ് ഇങ്ങനെയൊക്കെ ആളുകൾ വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചോ, അങ്ങനെ വിചാരിച്ചോ, എങ്ങനെ വേണമെങ്കിലും വിചാരിച്ചോ. എനിക്ക് തോന്നുമ്പോഴല്ലേ ഞാൻ തുടങ്ങേണ്ടത്. ഞാനൊരു ചാനൽ തുടങ്ങും. നിങ്ങളുടെ അസ്വസ്ഥതയെ നിങ്ങൾ വിചാരിക്കുന്നത് എന്തെങ്കിലും ആവാം. അത് എന്റെ അനുഭവം ഞാൻ പറയില്ല. ആദ്യം രണ്ട് ഡിസിഷനാണ് എനിക്കുണ്ടായിരുന്നത്. ബുക്ക് എഴുതണ, ചാനൽ തുടങ്ങണ. ഒരു ബുക്ക് എഴുതിയാൽ ഒരു 5000-10,000 കോപ്പി പോകും ചിലപ്പോൾ, അത് ചിലപ്പോൾ ചർച്ചയാവും, അതൊക്കെ വരും. പക്ഷെ ഒരു ചാനൽ തുടങ്ങിയാൽ എനിക്ക് മനസ്സിലായി ഇത് 50 ലക്ഷത്തിലധികം പേര് കണ്ടു കഴിഞ്ഞു. 5 മില്യൺ പേരാണ് കണ്ടു കഴിഞ്ഞത് ഇതിനകത്ത് പലരും ഈ സാധനം. അപ്പൊ ഇതുപോലുള്ള ഇതൊക്കെ വരുമ്പം ഏറ്റവും എളുപ്പം ആളുകളിൽ എത്തിക്കാൻ പറ്റുന്ന ഇതാണ് ബുക്ക് എഴുതുന്നതിനേക്കാളും. പക്ഷെ ഇപ്പൊ ബുക്കിന്റെ എഴുതാൻ വേണ്ടി ഇപ്പൊ സമീപിച്ചിട്ടുണ്ട്. ഞാനിപ്പം ചർച്ച നടന്നുകൊണ്ടിരിക്കുക എന്റെ ഇതിന് അനുഭവങ്ങളെല്ലാം. അപ്പൊ അതും നടക്കുന്നുണ്ട്. അപ്പൊ അത് അസ്വസ്ഥത കൊണ്ടാണ് ഈ രാജ്യത്തുള്ളവരൊക്കെ ബുക്ക് എഴുതിയിട്ടുള്ളത്, ജീവചരിത്രം എഴുതിയിട്ടുള്ളത്. അവരുടെ ജീവിതത്തിൽ അത് അസ്വസ്ഥത കൊണ്ടാണ്. ഇതെല്ലാം ഒരേ കാലം കഴിയുമ്പോൾ നമ്മളൊക്കെ പ്രായമായി, ഇനിയുള്ള നമ്മുടെ വരുന്ന തലമുറ എല്ലാം മനസ്സിലാക്കണം കുറെ കാര്യങ്ങൾ. അഹങ്കരിക്കരുത്, ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത് എൻ്റെ ഒരു കടമയായിട്ട് കാണുന്നു. പൊതുസമൂഹത്തോട്ടുള്ള ഒരു ബാധ്യത, അത് പറയണം പിള്ളേരുടെ അടുത്ത്. ഇനി വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല, നിങ്ങൾ ആളുകളെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും, ജാഗ്രതയായിട്ടിരിക്കുക എന്നൊരു സൂചന കൊടുക്കാൻ പറ്റും. ഈ ഒരു വിഷയം വന്നതിന് ശേഷം സിനിമാ മേഖലയിൽ നിന്ന് കുറേ ആളുകൾ വിളിച്ചു എന്ന് പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ അറിഞ്ഞുള്ളത്. ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ കുടുംബങ്ങൾ, ഇനിയുള്ള കുടുംബങ്ങളും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? ഒരുപാട് പേര് ബന്ധപ്പെട്ടു. ഈ രഞ്ജിത്തിന്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ട്. അവരൊക്കെ എന്നെ പലരും വിളിച്ചു. അവരെല്ലാം വളരെ ഞാൻ പറഞ്ഞതിനോട് അനുകൂലമായിട്ടാണ് പറഞ്ഞത്. കുറേ അഹങ്കാരം ഉണ്ടായിരുന്നു, എന്ത് ചെയ്യാനാണ്, പുള്ളി അങ്ങനെ ആയിപ്പോയി എന്നാ പറയുന്നത്. പുള്ളിയുടെ അടുത്ത ബന്ധുക്കൾ, ഞാൻ പറഞ്ഞില്ല, രാജീവൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ്. അതുപോലുള്ള ആളുകളൊക്കെ വിളിച്ചായിരുന്നു. രഞ്ജിത്തിന്റെ ഒരു അനുജനുണ്ട്, രഘു നന്ദകുമാർ എന്ന് കണ്ട പേര്. അതുപോലത്തെ ഒരു എണ്ണത്തിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു. അദ്ദേഹമാണെന്നറിയില്ല, അതേ പേരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ അതിൽ കയറി നോക്കിയപ്പം നന്ദനത്തിന്റെയും അത് ഇതൊക്കെ കിടപ്പുണ്ട് പോസ്റ്റൊക്കെ. അപ്പൊ അതിൽ നിന്ന് ഒരു വോയിസ് മെസ്സേജ് വന്നു. ആ ഓഡിയോ ഒന്ന് കേൾപ്പിക്കാൻ പറ്റുമോ? അതുവരെ എടുത്താണോ ആരാണ് എനിക്ക് അത് കൃത്യമായിട്ട് അറിയത്തില്ല. ഒരു വന്നിരിക്കുന്നത് രഘുനന്ദ് PK എന്ന് പറയുന്ന ഒരു മെസ്സഞ്ചറിൽ നിന്ന് വന്ന ഒരു വോയിസ് ആണ്. അപ്പം ഞാൻ അതിൽ കയറി നോക്കിയപ്പോൾ അതിനകത്ത് രഞ്ജിത്തിന്റെ ചിത്രങ്ങളും ആ സിനിമ ഇതൊക്കെയാണ്. അദ്ദേഹത്തിന്റെ അനുജന്റെ പേരും രഘുനന്ദൻ എന്നങ്ങോട്ടുമാണ് പേര്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് 2 വാക്കേ ഉള്ളൂ, ഒന്ന് കേൾക്കാം. തന്തയ്ക്ക് വിളിച്ചാൽ നിന്നെയും തല്ലും അശറപ്പേ. തന്തയ്ക്ക് വിളിച്ചാൽ നിന്നെയും തല്ലും അശറപ്പേ എന്നാണ് പറയുന്നത്. കൃഷ്ണൻ തന്തയ്ക്ക് വിളിച്ചു എന്നാണ് അതായിരിക്കണം വരുന്നത്. അതായത് തന്തയ്ക്ക് വിളിച്ചുകൊണ്ടാണ് എന്നുള്ള ഒരു ധ്വനിയാണ് അതിനകത്തുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല അവാർഡ് പ്രശ്നമായിരുന്നു. അങ്ങനെ കയറി തന്തയ്ക്ക് വിളിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരാളെ കയറി ഒരു പാടത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ആള്, ഒരു വലിയ ഒരു എന്താ പറയുക സ്ക്രിപ്റ്റ് റൈറ്റർ കയറിയിട്ട് നിന്റെ തന്ത മറ്റേന്നൊക്കെ പറയാം. അതൊന്നും നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. അവാർഡിനെ പറ്റി പറയാം, അത് എന്തെങ്കിലും ചിലപ്പോൾ ഇതായിട്ട് പറയും. അപ്പൊ ആ ഒരു ഓഡിയോ അദ്ദേഹം അയച്ചിരിക്കുന്നത് അത് ഇനി നിങ്ങളെയും ഭീഷണി ഉണ്ടോന്നൊരു സ്ഥലമുണ്ട്. എന്നെ എന്ത് ഭീഷണി, എനിക്ക് എന്ത് ഭീഷണി? അഷ്റഫ് തന്തയ്ക്ക് വിളിച്ചാൽ അഷ്റഫിനെ കയറി തല്ലും, ആ ഒരു ഭീഷണി സ്വരം അതിനകത്തുണ്ട്. ഒരു മൊത്തത്തിൽ മാടമ്പിത്തരമാണോ? അതെല്ലാവർക്കും വരുമല്ലോ സ്വഭാവം. അതിൽ പാവം ഉണ്ടായിരുന്ന രാജീവേ ഉള്ളായിരുന്നു, മറ്റേ സാധുവായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ പറയും.
അപ്പൊ ഇദ്ദേഹമൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടിരിക്കുന്ന ആള് അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഇപ്പോഴും ഉറപ്പില്ലാതാണെന്നുള്ളത് ഞാൻ ധരിക്കുന്നു അതായിരിക്കുമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. അതുകൊണ്ട് അതെ അതെ അതാണോ എന്ന് എനിക്ക് കൺഫേം ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അതിനാണ് പ്രൊഫൈലൊക്കെ പോയപ്പോൾ അതാണ് ഞാൻ കാണിച്ചത്. ആ പ്രൊഫൈൽ വേണമെങ്കിൽ ഇന്ന് അല്ല പ്രൊഫൈലിലൊക്കെ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ആണെന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നു അല്ലെ? താങ്കൾ അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. എന്തിന് നമുക്കറിയില്ല. ഒരുപാട് പേര് ഇതുപോലെയൊക്കെ പല, പക്ഷെ ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, ആരും വന്നിട്ടില്ല. ഇത് മാത്രമേ വന്നിട്ടുള്ളൂ, ഒരൊറ്റ വോയിസ്. മറ്റേതോ പിന്നെ കുറെ പേര് ബാക്കി എല്ലാവരും അനുകൂലമായിട്ടാണ്. അനുകൂലം എന്ന് പറയാൻ കാരണം അത്രത്തോളം സ്നേഹമാണ് ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണനോടുള്ള ആളുകളുടെ സ്നേഹം ഭയങ്കരമാണ്. അവർക്കെല്ലാം വിഷമം. സ്ത്രീകളൊക്കെ ഒരുപാട് പേര് കരഞ്ഞു പോയെന്ന് പറയുന്നത് ഇത് കേട്ടിട്ട്. കണ്ണെന്നറിയാത്ത സ്ത്രീകളില്ല, പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇനിയിപ്പം താങ്കളെ സംബന്ധിച്ചോളം ഇനിയും ഒത്തിരി ബോംബുകൾ പൊട്ടിക്കാതിരിക്കുന്നു. ആ ബോംബുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സമൂഹം. താങ്കൾ ഇപ്പോഴും ഒന്നും കൂടെ പറയുന്നു, എൻ്റെ അടുത്തും കൂടെ പറയുന്നു ബോംബുകൾ ഉണ്ട്. അത് താങ്കൾ ഞാൻ ബോംബ് എന്ന് ഉദ്ദേശിച്ചത് അങ്ങനത്തെ കാര്യം, ഇതുപോലുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ള നടന്ന അതായത് ആളുകൾ പ്രതീക്ഷിക്കാത്ത വലിയ വലിയ വിഗ്രഹങ്ങൾ സിനിമയില് അവർ ചെയ്ത ചില ദുഷ്ചെയ്തികൾ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരിക്കലും അവരുടെ പേഴ്സണൽ വിഷയങ്ങളോ കുടുംബ വിഷയങ്ങളോ അല്ല. അതല്ലാതെ പൊതുവായിട്ട് സിനിമയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയും. പല ആൾക്കാരെ ഉറക്കം കിടത്തുമല്ലോ താങ്കൾ. അതൊന്നും ഇല്ല, അതൊക്കെ അവർ തിരുത്തിട്ട് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ. അപ്പൊ പ്രായശ്ചിത്തം ചെയ്യാം എപ്പോഴും ഈ ഇങ്ങർക്കും ചെയ്യാമല്ലോ. ഇപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സഹായമൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അത് ചെയ്തു പോയി, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ചെയ്യാം. അത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കപ്പെടും എന്നാണ് പഴമക്കാർ പറയുന്നത്. ഈ താങ്കൾ എല്ലാ കാര്യത്തിലും പ്രതികരിച്ചു. ഇപ്പം പ്രേംകുമാറിന്റെ വിഷയത്തിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലെ? പ്രേംകുമാർ സീരിയലിനെ കുറിച്ച് പറഞ്ഞു എൻഡോസൾഫാനും ദുരിതമാണെന്നാണ് പറയുന്നത്. അതിനോട് എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ഞാൻ പറഞ്ഞത് ഇപ്പൊ സീരിയല് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല ഉള്ളത്. ഇവിടെ വരുന്ന മുക്കാഭാഗം സീരിയലും ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും എല്ലാം ഹിറ്റായ ശേഷമാണ് ഇവിടെ റീമേക്ക് ചെയ്യുന്നത്. എല്ലാ ഭാഷയിലും ഉണ്ട് ഇന്ത്യയിൽ, ലോകം മുഴുവൻ ഉണ്ട്. അമേരിക്കയിലുണ്ട് സീരിയലുകൾ, ലണ്ടനിലുണ്ട് സീരിയലുകൾ, ജപ്പാനിലുണ്ട്. അവിടെ എല്ലാ ഭാഷയിൽ സീരിയൽ എന്ന് പറയുന്ന സംഭവം ഉള്ളതാണ്. അതിനകത്തുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കും മിക്കവാറും ചർച്ച അത് വരുന്നത്. അത് ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെടും, ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെടത്തില്ല. അതല്ലാണ്ട് സിനിമയെ പോലെ അശ്ലീലമോ അതിനകത്ത് വൃത്തികേടോ അല്ലെങ്കിൽ ബലാത്സംഗം മറ്റതും മറിച്ചത് അങ്ങനത്തെ കുറവാണ്, സ്വാഭാവികമായിട്ടില്ല. അവർ ചേഷ്ടകളെല്ലാം കുറവാണ്. ഇപ്പം നമ്മൾ എത്രയോ മലയാള പടം കാണാൻ ഇറക്കുന്ന പടങ്ങളുണ്ട്, അത്ര ഇതൊന്നുമില്ല. കുടുംബ സദസ്സുകളെ പിടിക്കാനുള്ള പല വേലകളും അവർ കാണിക്കും. ആയിക്കോട്ടെ, അത് നടന്നോട്ടെ. അത് പ്രേംകുമാർ പറഞ്ഞതിനോടും വിയോജിപ്പൊന്നുമില്ല. ഒരുപാട് പേർക്ക് എതിരഭിപ്രായമുണ്ട്. ഇനി 2-3 കാര്യങ്ങൾ അതിനകത്ത്. ഒന്നാമത് സെൻസർ വേണം, സെൻസർ ചെയ്യും, അത് നടപ്പിലാക്കും എന്നൊക്കെ പറയാൻ ഇവർക്ക് എന്താ അധികാരം? ഇത് സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള സെൻസർ ബോർഡ്. ഞാനും ഒരു മുൻകാല സെൻസർ ബോർഡ് അംഗമായിരുന്നു. അപ്പം ഇത് തീരുമാനിക്കപ്പെടേണ്ടത് സെൻട്രൽ ഗവൺമെന്റാ. അവരൊന്നും ഹിന്ദിയിലും ഇവിടെ ഒന്നും ഒരിക്കലും നിൽക്കത്തില്ല അതിനുവേണ്ടി. ഹിന്ദിയിലൊക്കെ വലിയ ബിസിനസ്സാണ് ഇത്, ഈ സീരിയൽ എന്ന് പറയുന്നത്. അവരാണ് ഈ വലിയ വീട്ടിനകത്ത് അടുക്കളയിൽ നിൽക്കുമ്പോഴും ഒരുങ്ങി ഭയങ്കര ആഭരണങ്ങളൊക്കെ ധരിച്ച് ഒരു സ്വർണ്ണക്കടയുടെ പരസ്യം പോലെ ദോശ ചൂടുന്നവരെ കാണിക്കുന്നത്. അപ്പൊ അത് അവരെ ഒന്നും പിടിച്ച് പെട്ടെന്ന് അവരെയൊക്കെ പെട്ടെന്ന് നിർത്തിലാക്കലൊന്നും സെൻട്രൽ ഗവൺമെന്റ് ചെയ്യില്ല ഒരിക്കലും. അത് കാരണം ഉത്തരേന്ത്യൻ ലോബി മുഴുവനുണ്ട് ഇതിനകത്ത്. പിന്നെ അതിവിടെ നടപ്പാക്കണം, കേരളത്തിൽ നടപ്പാക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതിനേക്കാളും വലിയ വിഷയങ്ങൾ നിങ്ങളുടെ അക്കാഡമിയിലുണ്ട്. അതിലുള്ള ആദ്യത്തെ വിഷയം ഞാൻ പറഞ്ഞത്, ശ്രീവിദ്യ എന്ന് പറയുന്ന മലയാളികളെ ഏറ്റവും നെഞ്ചിലേറ്റിയ ഒരു നടിയാണ്. അവര് മരിക്കുന്നതിന് മുമ്പ് അവരുടെ ജീവിതം മുഴുവൻ സമ്പാദിച്ചു കൂട്ടിയത്, അവർ എന്തെല്ലാം കഷ്ടപ്പെട്ട് വെയിലും മഴയും എല്ലാം കൊണ്ട് ലൈറ്റിന്റെ മുമ്പിൽ നിന്നുണ്ടാക്കിയ മുഴുവൻ സ്വത്തുക്കളും അവർ ട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഗണേഷ് കുമാറിനെ ഏൽപ്പിച്ചിരുന്നു. ഗണേഷ് കുമാറും ഈ ശ്രീവിദ്യയുടെ വീട്ടുകാരും തമ്മിലുള്ള വിഷയത്തിന്റെ പുറത്ത് ഗണേഷ് കുമാർ എന്ത് ചെയ്തു? ഇതെല്ലാം കൊണ്ട് ഗവൺമെന്റിനെ ഏൽപ്പിച്ചു. ഇനി ഞാൻ ഇതിൽ ഇടപെടില്ല, നിങ്ങൾ ചെയ്തോന്ന് പറയും. അത് അങ്ങനത്തെ വീണ്ടും ഗണേഷ് കുമാർ സിനിമാ മന്ത്രിയായിരുന്നപ്പം ഈ ഫയൽ വന്നപ്പോൾ ഗണേഷ് കുമാർ അത് തൊടത്തില്ലെന്ന് പറഞ്ഞതെന്നാണ് പറയപ്പെടുന്നത്. ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും എൻ്റെ മുമ്പിൽ വന്നു ഈ ഫയൽ. മുഖ്യമന്ത്രി എന്ത് ചെയ്ത് ഈ സിനിമ ഇവരെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ആരെ? ഈ പ്രേംകുമാറിന്റെ പ്രേംകുമാർ ആ ഇതുണ്ടല്ലോ, എന്താണ് അതിന് പറയുന്നത്, അവരുടെ അക്കാഡമിയെ ഏൽപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചപ്പം ഇത് ഞാൻ ഈ ഫയലിൽ തൊടത്തില്ല എന്ന് പറഞ്ഞ് ഗണേഷ് മാറ്റി. ശരി, ഗണേഷ് പോയി. ഗണേഷ് ഇപ്പൊ ആ ട്രാൻസ്പോർട്ട് മന്ത്രിയാണ്. ഇവർക്കത് ചെയ്യാം. അവരുടെ ആഗ്രഹം നടപ്പാക്കേണ്ട ഒരു ചുമതല ഇവർക്കില്ലേ? എന്നെ ഫണ്ടിന്റെ ആവശ്യമുണ്ടോ? അവരുടെ സ്വത്തുക്കൾ കണ്ടവനം കിടക്കുന്നുണ്ട്. അവരുടെ മദ്രാസിലെ വീടിലെ സ്ഥിതി ഇപ്പൊ അറിയാവോ? നിങ്ങൾ തിരക്കണോ? അത് അവർ കൊടുത്തിരുന്ന കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്ന മദ്രാസിലെ വീട് ഇപ്പം ഇങ്ങുണ്ടാക്കി മറ്റേ ടാക്സുകാർ കൊണ്ട് നോട്ടീസ് അടിച്ചിട്ട് വെച്ചിട്ട് പോയിരിക്കുക. എത്ര കോടികൾ അടക്കണം? 1 കോടി രൂപ അടുത്ത് അടക്കാനുണ്ടെന്ന് പറയും. എത്രയോ വർഷമായിട്ട്
ടാക്സും ഇല്ല. അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്തോ ഡ്യൂസ് ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ അടിച്ച് ജപ്തി പോലെ ഇട്ടിരിക്കുക അവിടെ. ഓരോന്നും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് അതൊക്കെ എടുത്ത് ഒന്ന് പ്രാവർത്തികമാക്കണ്ടേ? പ്രേംനസീർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി, വലിയ സംഭവം ഉണ്ടാക്കി, ബുക്കൊക്കെ പ്രസിദ്ധീകരിച്ചു. ഈ അദ്ദേഹം അന്ന് AK ബാലൻ ഇതായിട്ടിരിക്കുമ്പോഴാണ്. അദ്ദേഹം നല്ലപോലെ ചെയ്തു വന്നു. പക്ഷെ ഇദ്ദേഹം വന്നപ്പോൾ അതങ്ങ് ഇട്ട് കളഞ്ഞു, അതിന്റെ പുറത്തങ്ങ് കയറി കളഞ്ഞു. അപ്പൊ ശ്രീവിദ്യയുടെ പുറത്ത് കയറി അടയിരിക്കുന്ന പോലെ മറ്റു കാര്യങ്ങൾ ചെയ്തു. മാത്രമല്ല ഇവിടെ ഈ ക്ഷേമനിധി ബോർഡ് എന്നൊരു സംഭവമുണ്ട്. അത് സാധാരണ എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതിയാണത്. ആ പെൻഷൻ കൊടുക്കുന്ന പദ്ധതി ഇപ്പൊ മുടങ്ങിക്കിടക്കുകയാണ്, അത് കൊടുക്കുന്നില്ല. എത്ര പേരാണ് കണ്ണീരോടെ കഴിയുന്നത് അത് കിട്ടാതെ? 4000 രൂപ പെൻഷൻ ഉള്ളതാണ്, അത് കൃത്യമായിട്ട് വരുന്നില്ല, മാസങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്നു. അതിനെപ്പറ്റിയൊന്നും പറയാതെ സീരിയലിനെല്ലാം ഉടനെ തന്നെ നമുക്ക് നിരോധനം ഏർപ്പെടുത്തണം, അല്ലെങ്കിൽ അതിനെ സെൻസർ വെക്കണം ഒക്കെ പറയുമ്പോൾ നമുക്കത് അതിനേക്കാളും വലിയ വലിയ പ്രശ്നങ്ങളില്ലേ. ഇപ്പം അതുകൂടാതെ വലിയൊരു വിവാദം ഉണ്ടാകുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. ഈ നമ്മുടെ KSFDC, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഒരു 160 കോടി രൂപയാണ് ഇപ്പൊ കിഫ്ബിന്ന് ഇതെടുത്തിരിക്കുന്നത്. ഏത് ലോൺ എടുക്കുന്നത് എന്തിനാണ്? ക്യാമറ വാങ്ങാനും മറ്റു സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ആയിട്ട്. 40% കമ്മീഷൻ ഉള്ളവർ എല്ലാവർക്കും അറിയാം ഇത് മേടിച്ചാൽ. ആർക്ക്, ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം ഇത് മേടിക്കാൻ. അത് മേടിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുകയാണ്. കാരണം 160 കോടിയുടെ 40% എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു. അവർക്കിപ്പോഴും അതിനൊക്കെയാണ് താല്പര്യം കൂടുതൽ. ഈ മാതിരി ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാൻ കിടക്കുമ്പോൾ നിങ്ങൾ ഈ സീരിയലിന്റെ പുറകെയൊക്കെ ഓടേണ്ട കാര്യമാണ്. ഒരുപാട് പേര് ജീവിക്കുന്ന ഒരു കാര്യമാണ്, മനസ്സിലായില്ലേ? ഒരുപാട് ജീവനക്കാർ ജീവിക്കും. ഇപ്പൊ ഈ ചാരായം നിരോധിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു ഒരുപാട് പേര് അതിനകത്ത് ജീവിക്കുന്നുണ്ട്. ചാരായം വിറ്റ് കഴിയുന്നവർ, അതിൽ തൊഴിലാളികൾ, അതിൽ ഗ്ലാസ് കഴിയുന്നവർ, അവർക്ക് ജോലി ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരെയൊക്കെ ഗവൺമെന്റ് വേറെ ജോലി കൊടുത്ത് പരിഹരിച്ചു. മറ്റേ ഇതിലൊക്കെ കൊടുത്തു കുറെ പേർക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പരിഹാരം ഉണ്ടാക്കി ഇതിനൊക്കെ. അതൊന്നും ഇതൊക്കെ വല്ല നടക്കണ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസർ ചെയ്യും, അത് ചെയ്യും. ഉത്തരേന്ത്യൻ ലോബികൾ അവിടെ കിടക്കുന്ന സമയത്ത് പോയിട്ട് ഇത് സെൻസറിങ് നടക്കണം, ഇതൊക്കെ പറ്റത്തില്ല. അവര് കാണിക്കുന്ന സാധനമാണ് ഇവിടെ കൊണ്ട് കാണിക്കുന്നത്. അല്ലാണ്ട് ഇവര് പുതുതായിട്ട് ഉണ്ടാക്കിയെന്നൊക്കെ തനി കേരളീയമായിട്ടെല്ലാം കുറവാ, വളരെ കുറവാ. ശരിയല്ലേ? അല്ലാണ്ട് നമ്മുടെ മഹത്തായ നോവലുകളോ അല്ലെങ്കിൽ വലിയ വലിയ എഴുത്തുകാരുടെ കഥകളോ ഒന്നും എടുത്ത് സീരിയൽ ചെയ്യുന്നില്ല. അവർക്ക് ആളുകൾ ഇഷ്ടപ്പെടുന്ന മറ്റേ രീതിയാണ്, അതുകൊണ്ട് അത് ചെയ്യുന്നു, അത് കാണുന്നു. വേണ്ടത്തവർക്ക് കാണാതിരിക്കാം. ഞാൻ പറയുന്നത് അത് പറഞ്ഞോ, പക്ഷെ അതിനേക്കാളും ഗുരുതരമായ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നില്ല. ഇതൊക്കെ ചെയ്. ശ്രീവിദ്യയുടെ ഒരു ആഗ്രഹം സഫലീകരിച്ചുകൂട്. നിങ്ങൾ പറഞ്ഞ നാളെ പ്രേംകുമാർ പറയുമ്പോൾ ആളുകൾ പറയും, മനസ്സിലിരിക്കും ആ പ്രേംകുമാർ വന്നുകൊണ്ടാണ് അത് നടത്തത്, വളരെ നല്ലൊരു കാര്യം ചെയ്തു എന്ന് പറയാം, അല്ലേ? അല്ലാണ്ട് കയ്യടി മേടിക്കാൻ അത് എന്നൊക്കെ പറയുന്നത് യോജിക്കാൻ പറ്റില്ല. ഒരുപാട് പേരുടെ അന്നം മുടക്കിയിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇത് ഞാൻ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ചെയ്യും നിങ്ങൾ, അല്ലാണ്ട് കമ്മീഷൻ മേടിക്കുന്ന കാര്യത്തിലോട്ടല്ല പോകേണ്ടത്. ആദ്യം അതിനെതിരെ ഞാൻ പ്രതികരിക്കും, അത് ചെയ്തിരിക്കും, അത് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വർത്തമാനകാലത്തെ ചില കാര്യങ്ങളിൽ കൂടെ ഞാൻ ഇടപെടും, പറയുകയും ചെയ്യും. എൻ്റെ അഭിപ്രായം ഞാൻ പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലേ കളയാം. പക്ഷെ ഇതെല്ലാം സത്യമായിരിക്കും എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയുന്നത്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അല്ലാണ്ട് ഞാൻ പറയത്തില്ല. എനിക്ക് ആവശ്യമില്ല. ഞാൻ ഇത്രയും വയസ്സായി, ഇത്രയും പ്രായമൊക്കെ ആയി, ഇനി ജീവിതത്തിൻ്റെ അങ്ങ് അറ്റത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തിന് കള്ളവും പറഞ്ഞ് കുറെ കാര്യങ്ങൾ നേടിയിട്ട് പോകും? പറയേണ്ടത് നമ്മൾ പറയും, സത്യങ്ങളായിരിക്കും പറയുക. ഉറപ്പായിട്ടും അതിൽ സത്യത്തിൻ്റെ കണികൾകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, ഒന്നും ചേർക്കില്ല. ഇത് പറഞ്ഞതല്ല, നിങ്ങൾ മീഡിയക്കാരല്ലേ, പരിശോധിച്ച് നോക്കും. ഞാൻ പറഞ്ഞത് 160 കോടി എടുക്കുന്നുണ്ടോ നോക്ക്, അതിന് എത്ര % കമ്മീഷൻ കിട്ടുമെന്ന് തിരക്കി നോക്ക്. ക്യാമറ ഒക്കെ വാങ്ങുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ക്യാമറ ഒക്കെ ഉള്ളതല്ലേ. എത്ര രൂപ വേണമെങ്കിലും എഴുതി തരത്തില്ല എൻ്റെ വില, അല്ലേ? കോടികളുടെ സാധനങ്ങളാണ് വാങ്ങുന്നത്. വാങ്ങട്ടെ, നല്ല കാര്യം. പക്ഷെ അതൊക്കെ നേരായ ചൊവ്വ മാർഗത്തിലൂടെ അല്ല പോകുന്നത്. കോൺഗ്രസിൽ ഒരു നല്ല ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്, സാംസ്കാരിക. അതെ അല്ലേ? അതെ, രാഷ്ട്രീയം എൻ്റെ കോൺഗ്രസ് ആണ്, ഞാൻ അതിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിന്റെ ഇപ്പൊ സാംസ്കാരിക സാഹിതിയുടെ സംസ്ഥാന കൺവീനറുമാണ്. പുതുതായിട്ട് എന്നെ നിയമിച്ചിട്ടുണ്ട്. CR മഹേഷാണ് MLA ആണ് അതിൻ്റെ ചെയർമാൻ, ഞാൻ കൺവീനറും. പക്ഷെ ഞാൻ മറ്റവർ നല്ലത് ചെയ്താൽ ഞാൻ നല്ലത് ചെയ്തെന്ന് തന്നെ പറയും. അല്ലാണ്ട് അവരെ രാഷ്ട്രീയം വെച്ചിട്ട് അവർ ചെയ്തത് തെറ്റാണ്, ചെയ്യാൻ എന്തെങ്കിലും വേണ്ട കാണിക്കണ്ടേ? ഇത് ഞാൻ എങ്ങനെ പറയും? രാഷ്ട്രീയം വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം ഇയാൾ തല്ലിയതാണ്, അത് ചെയ്തു പോയി. അപ്പം അതിനൊക്കെ തിരുത്താൻ ഇനിയും സമയമുണ്ട്, പ്രായശ്ചിത്തം ചെയ്താൽ വിശ്വസിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ രാഷ്ട്രീയം മാത്രം വെച്ചിട്ട് ഒരാളെ ആക്രമിക്കത്തുമില്ല, പറയത്തുമില്ല. നിങ്ങൾ അതാണ് ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. KSFDCയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാനുണ്ട്. വലിയ നിലയിൽ ഒരുപാട് കാര്യങ്ങൾ, എന്തെല്ലാം സ്വപ്നങ്ങളുള്ള സംഭവങ്ങളാണ് അതൊന്നും ഇല്ലാതാക്കി കളയുന്നത് അവര്. ആൾക്കാർക്ക് എത്രയോ പേരുടെ ജീവിതങ്ങൾ, എത്രയോ പേരുടെ
എന്ത് കയറി വരാനുള്ള സാഹചര്യങ്ങൾ, പുതിയ സിനിമാ രീതികൾ എല്ലാം ഉണ്ടാക്കുന്നത്. എല്ലാം തുടങ്ങും, കാശ് കുറേ ആക്കും, ചിലവാക്കും, നശിപ്പിക്കും. അപ്പോൾ കണ്ടതും കേട്ടതുമായിട്ട് മുന്നോട്ട് പോവുക, എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരിക. താങ്കളുടെ മനസ്സിലുണ്ടാകുന്ന ഒത്തിരി കഥകളുണ്ടാകാം. അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രേംനസീറിൻ്റെ ഉൾപ്പെടെ അല്ലേ ഒരു കാലഘട്ടത്തിൽ സിനിമാ ഇതിനകത്ത് ഈ പുതിയ തലമുറയൊന്നും എന്നെ അറിയില്ലായിരുന്നു പലർക്കും. ഞാൻ കാരണം അന്നത്തെ ഇതിലാണ് ഞാൻ നസീർ സാറിനെ വെച്ച് 3 സിനിമ സംവിധാനം ചെയ്ത ആളാണ്. പല ഭാഷയിലും ഞാൻ സിനിമയും എടുത്തിട്ടുണ്ട്. തമിഴിൽ ഇപ്പം എംജിആർ നഗർ, ഈ ഹരിഹർ നഗറിന്റെ റീമേക്ക് ഒക്കെ ചെയ്ത് ഇപ്പോഴാണ് ആളുകൾ അയ്യോ ഇതൊക്കെ നിങ്ങൾ എടുത്താണോ, നിങ്ങളാണോ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നത്. പിന്നെ ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അന്നും നന്മയുടെ കൂടെ എപ്പോഴും ഞാൻ നിൽക്കുന്ന ഒരാളാണ്, അതിനോടൊപ്പം ഉണ്ടാവും. എംജിആറിനെയൊക്കെ നേരിട്ട് എംജിആറിനെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, ബന്ധമൊന്നുമില്ല അല്ലേ? തമിഴിൽ ഏറ്റവും ബന്ധം ആരുമായിട്ടായിരുന്നു? തമിഴിൽ ഒരുപാട് ആളുകളായിട്ട് എനിക്ക് ബന്ധമുണ്ട്, നടന്മാരും നടികളൊക്കെ. പുതിയ ആളുകളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു പലരും. അതൊക്കെ പിന്നീട് കഥകളായിട്ട് പറയാം. എന്നോട് പറയില്ല, നിങ്ങളുടെ യൂട്യൂബിലൂടെ അതാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം യൂട്യൂബിലൂടെ പറയുള്ളൂ, നമ്മുടെ അടുത്ത് പറയില്ല. പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുള്ള ഞാൻ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ സംഭവങ്ങൾ എന്താണെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ പുറകെ പോവില്ല. പിന്നെ നിങ്ങളെ പോലുള്ളവർ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയും ഞാൻ വന്ന്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എൻ്റെ ചാനലിൽ കൂടെ അവൻ അങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല, അതിനെ തുടർന്ന് പോകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് കഴിഞ്ഞു, ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതാനുഭവം അത് കഴിഞ്ഞു. ഇനി അടുത്ത സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്ല, ഈ ഒരു വിഷയം വന്നപ്പോൾ താങ്കൾ ഒത്തിരി ചാനലുകാരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ? എല്ലാവരും വിളിക്കും, ഭയങ്കരമായിട്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ വരുമെന്നൊക്കെ, ആളുകൾ ഇത്രത്തോളം എടുക്കും എന്നുള്ളത്. പക്ഷെ അപ്പോഴാണ് എനിക്ക് ആ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ വില മനസ്സിലാക്കി, സ്നേഹം, അദ്ദേഹത്തിനുള്ള സ്നേഹം മനസ്സിലാക്കി, ജനങ്ങൾക്കുള്ള സ്നേഹം. ചാനലുകാരൊക്കെ സമീപിച്ചിരുന്നു, വാർത്തകളായിട്ട് വരും. ചാനലിൽ പറഞ്ഞല്ലോ, ഇത് ഏഷ്യാനെറ്റിലൊക്കെ ഇത് വാർത്തയായിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ആലപ്പി വെളിപ്പെടുത്തിയിരുന്നു. അതിലൊക്കെ പറയണമെങ്കിൽ ഒടുവിൽ എന്നോടുള്ള ഇതല്ല, ഒടുവിൽ ഉണ്ണികൃഷ്ണനോട് താങ്കൾ പിന്നീട് അതിനകത്ത് പ്രതികരണമൊന്നുമായിട്ട് ഞാൻ അതിനൊന്നും പോയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾ അലിയായിട്ടുള്ള ബന്ധവും സ്നേഹവും വെച്ചിട്ടാണ് ഞാൻ ഇത് തന്നത്. ഇത് തന്നെ ഇരുന്നത് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും, വേറെ ഒരുപാട് പേര് വിളിച്ചു, എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ഇന്റർവ്യൂവിനും കാര്യങ്ങളും. നമ്മൾ തമ്മിൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ബന്ധവും നിങ്ങൾ നോന്ന് പറയാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് ഇരുന്നതേ ഉള്ളൂ. ഇനി ഇതും പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് വന്നും പോരുന്നു. എന്തായാലും അശോക, ഒത്തിരി സന്തോഷം. ഇതൊന്നും അറിയണമെന്നത് എന്തിനായിരുന്നു എന്നുള്ള സാധനം സത്യസന്ധമായിട്ട് പ്രേക്ഷകർക്ക് താങ്കൾ പറഞ്ഞു വെച്ചല്ലോ, തമാശ രൂപേന പോയി. പക്ഷെ എന്തിനാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മളിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതെ, ഒടുവിൽ കൃഷ്ണനെ രഞ്ജിത്ത് മർദ്ദിക്കാനുള്ള കാരണം എന്താണെന്ന് കൃത്യമായി എന്നിലൂടെ നമ്മുടെ 1-2 ടോക്സിലൂടെ താങ്കൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ പ്രേക്ഷകർക്ക് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ്. ഈ പ്രേക്ഷകർ ചർച്ച ചെയ്യട്ടെ. ആരായാലും എത്ര വലിയവനാണെങ്കിലും കുറ്റം ചെയ്തതിന് ശിക്ഷിക്കപ്പെടണം. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. താങ്കൾ പറഞ്ഞ പ്രായശ്ചിത്തമായിട്ട് എന്ത് വേണം ചെയ്യാൻ അദ്ദേഹത്തിന് സമയം ചെയ്യട്ടെ, അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു.